നമസ്കാരം. ടൗൺഷിപ്പ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. പ്രധാന വാർത്തകൾ. ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ എസ്റ്റേറ്റിന് സർക്കാർ 17 കോടി രൂപ നൽകണം. കോടതി വിധി ഭൂമി ഏറ്റെടുത്തപ്പോൾ തുക കുറഞ്ഞുപോയെന്ന് കാണിച്ച് എൽസ്റ്റൺ നൽകിയ ഹർജിയിൽ ഭൂമി ഏറ്റെടുക്കലിലെ ഏതാണ്ട് എല്ലാ തടസ്സങ്ങളും നീങ്ങി. മേപ്പാടി നെല്ലിമുണ്ട ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാന ഇറങ്ങി. വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയിലും കാട്ടാന എത്തി. ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. മേപ്പാടിയിൽ കാട്ടുപന്നിയുടെ ആക്രമണം, തോട്ടം തൊഴിലാളിക്ക് പരിക്ക്. തിരുനെല്ലിയിൽ വീട്ടുകാരുടെ ഉറക്കം കെടുത്തിയ രാജവെമ്പാല പിടിയിൽ. കൽപ്പറ്റയിൽ പ്രവർത്തനമാരംഭിച്ച വയനാട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ തുടങ്ങി. ആദ്യ ദിനം വെരിഫിക്കേഷന് ഹാജരായത് 48 പേർ. വെരിഫിക്കേഷൻ പൂർത്തിയായവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് ലഭ്യമാകും. ചരിത്രപ്രസിദ്ധമായ മണിക്കുന്നുമല കയറ്റത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ഭക്തർ മല കയറിയത് കോട്ടവയൽ ഭഗവതി ക്ഷേത്രം, തൃക്കൈപ്പറ്റ ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും. ഇത്തവണ മല കയറാനെത്തിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ എസ്റ്റേറ്റിന് സർക്കാർ 17 കോടി രൂപ കൂടി നൽകണം. ഭൂമി ഏറ്റെടുത്തപ്പോൾ തുക കുറഞ്ഞുപോയെന്ന് ചൂണ്ടിക്കാട്ടി എൽസ്റ്റൺ നൽകിയ ഹർജിയിലാണ് കോടതി വിധി. കോടതി ഉത്തരവ് പ്രകാരമുള്ള തുക സർക്കാർ ഉടൻ കോടതിയിൽ കെട്ടിവെക്കും. ഇതോടെ ഭൂമി ഏറ്റെടുക്കലിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് പദ്ധതിക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും 64 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തത്. ഇതിന് സർക്കാർ നിശ്ചയിച്ച വില 26.5 കോടി രൂപ. എന്നാൽ തുക നന്നേ കുറഞ്ഞുപോയെന്ന് ചൂണ്ടിക്കാട്ടി എൽസ്റ്റൺ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കേസിലാണ് കോടതിയിൽ നിന്നും നിർണായകമായ വിധിയുണ്ടായത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്നും 17 കോടി രൂപ കൂടി കെട്ടിവെക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഇതോടെ 43.5 കോടി രൂപയാകും ഭൂമിയുടെ വില. കോടതി ഉത്തരവ് പ്രകാരമുള്ള 17 കോടി രൂപ ഉടൻ തന്നെ കോടതിയിൽ കെട്ടിവെക്കാനാണ് സർക്കാർ നീക്കം. തുക ഇന്നോ നാളെയോ കോടതിയിൽ കെട്ടിവെക്കും. അതോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള തടസ്സവും മാറിക്കിട്ടും. കഴിഞ്ഞ മാസം 27-ന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടിരുന്നുവെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോടതിയിൽ നിന്നും അനുകൂലമായ വിധിയുണ്ടായതോടെ ഇനി എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൽപ്പറ്റ നഗരത്തോട് ചേർന്നുള്ള പ്രദേശമെന്ന നിലയ്ക്ക് 549 കോടി രൂപ നൽകണമെന്നതാണ് കമ്പനിയുടെ ആവശ്യം. വില സംബന്ധിച്ച് ഇനിയും കോടതിയിൽ വ്യവഹാരം തുടർന്നാലും ഭൂമി ഏറ്റെടുക്കലിന് തടസ്സമുണ്ടാകില്ല. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മേപ്പാടി നെല്ലിമുണ്ട പാറക്കവയൽ ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാന ഇറങ്ങി. ഇന്ന് രാവിലെ 7ഓടെ പോഡാർ പ്ലാന്റേഷൻ നെല്ലിമുണ്ട ഡിവിഷനിലാണ് കാട്ടാന എത്തിയത്. വനം വകുപ്പും നാട്ടുകാരും പടക്കം പൊട്ടിച്ചാണ് കാട്ടാനയെ വനമേഖലയിലേക്ക് തുരത്തിയത്. എളമ്പിലേരി ചോലമല ഭാഗത്തു നിന്നാണ് പ്രദേശത്ത് കാട്ടാന എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയിലും കാട്ടാന എത്തി. അരമണിക്കൂറോളം കാട്ടാന പ്രദേശത്തെ ഭീതിയിലാക്കി. തിങ്ങിപ്പാർക്കുന്ന 100ഓളം കുടുംബങ്ങൾ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. രാത്രിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനും വീടിന് പുറത്തിറങ്ങാനും ഭയമായി തുടങ്ങി. കാട്ടാന പ്രതിരോധത്തിന് അടിയന്തരമായി പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യം. മേപ്പാടിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് പരിക്ക്. ചുളിക്ക സ്വദേശി മുരുകേഷ് രാമസ്വാമിക്കാണ് പരിക്കേറ്റത്. ചുളിക്ക ബോച്ചെ ഭൂമിപുത്ര എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതിനിടെ രാവിലെയായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം. ഇയാളെ മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. തിരുനെല്ലിയിലെ വീട്ടുകാരുടെ ഉറക്കം കെടുത്തിയ രാജവെമ്പാലയെ ഒടുവിൽ പിടികൂടി. തിരുനെല്ലി വെള്ളറോഡിയിലെ ബാബുവിന്റെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. ദൃശ്യങ്ങളിലേക്ക്. സാറേ നേരിട്ട് വയലേക്കാം.
പോട്ടെ 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 പൊക്കോ. കൽപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ച വയനാട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ തുടങ്ങി. ആദ്യ ദിനം വെരിഫിക്കേഷന് ഹാജരായത് 48 പേർ. വെരിഫിക്കേഷൻ പൂർത്തിയായവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് ലഭ്യമാകും. കഴിഞ്ഞ ദിവസമാണ് പാസ്പോർട്ട് ഓഫീസിന്റെ പ്രവർത്തനം കൽപ്പറ്റയിൽ ആരംഭിച്ചത്. വീട് ഇവിടെ മേപ്പാടിയാണ്, വയനാട് മേപ്പാടി സൈഡിലാണ്. അപ്പോൾ ഒത്തിരി നാളായി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷമാണ് ഇപ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെപ്പോഴും കോഴിക്കോട് പോയി വെസ്റ്റിൽ പോയി നിൽക്കണമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇത് തുടക്കം തന്നെ പോയി വളരെയധികം സന്തോഷമുണ്ട്. കുന്നമ്പറ്റ സ്വദേശി പ്രവീൺ 1 മാസം മുൻപാണ് പാസ്പോർട്ട് എടുക്കാനായി അപേക്ഷ നൽകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. വയനാട്ടിൽ ഓഫീസ് ആരംഭിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ കാത്തിരുന്നു. ഈ മാസം 2-ന് ഓൺലൈനായി അപേക്ഷ നൽകി. കഴിഞ്ഞ ദിവസം ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങിയതോടെ വയനാട് ഓഫീസിന്റെ ആദ്യ വെരിഫിക്കേഷൻ ദിനമായ ഇന്ന് ഹാജരാകാനായി പ്രവീണിന് അറിയിപ്പ് കിട്ടി. വെരിഫിക്കേഷൻ പൂർത്തിയായതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് കയ്യിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പ്രവീൺ. മുൻകാലങ്ങളിലാണെങ്കിൽ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിനെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു എന്ന് പ്രവീൺ പറയുന്നു. ആദ്യ ദിവസത്തെ വെരിഫിക്കേഷന് 48 പേരാണ് ഹാജരായത്. എല്ലാ ദിവസവും 50 അപേക്ഷകളാണ് പരിഗണിക്കുക. വൈകാതെ 120 അപേക്ഷകൾ പരിഗണിച്ചു തുടങ്ങും. വയനാടിന് സ്വന്തമായി പാസ്പോർട്ട് ഓഫീസ് എന്നത് വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യമായത്. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. ചരിത്രപ്രസിദ്ധമായ മണിക്കുന്ന് മലകയറ്റത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. കോട്ടവയൽ ഭഗവതി ക്ഷേത്രം, തൃക്കൈപ്പറ്റ ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഭക്തർ മല കയറിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തവണ മല കയറിയത്. മലമുകളിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടന്നു. മണിക്കുന്ന് മലകയറ്റമാണ്. 2 സ്ഥലങ്ങളിൽ നിന്നുമാണ് മല കയറി തുടങ്ങുക. കോട്ടവയൽ ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ തന്നെ തൃക്കൈപ്പറ്റ ക്ഷേത്രത്തിൽ നിന്നുമാണ് മല കയറി തുടങ്ങുക. നമ്മൾ കോട്ടവയലിൽ നിന്നുമാണ് മല കയറുന്നത്. ഈ വഴിയാണ് മല കയറി തുടങ്ങുന്നത്. എന്നോടൊപ്പം മേപ്പാടിയിലെ ഷമീറുണ്ട്. എന്തായാലും മല കയറി തുടങ്ങാം. കോട്ടവയൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മല കയറി തുടങ്ങിയാൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം കാപ്പിത്തോട്ടത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഇവിടെ വലിയ കയറ്റമില്ല. ഇതിനിടയിൽ ചെറു ക്ഷേത്രം കാണാം. ഇവിടെ ഭക്തർ വലം വെച്ചാണ് മലകയറ്റം തുടരുക. കാപ്പിത്തോട്ടം കഴിഞ്ഞാൽ പിന്നെ ഉരുളൻ കല്ലുകളും മരങ്ങളും നിറഞ്ഞ ദുർഘടമായ പാതയാണ്. 1/2 കിലോമീറ്റർ ഇങ്ങനെ സഞ്ചരിച്ചാൽ പിന്നെ ഗോവിന്ദൻ പാറയുടെ തുടക്കമെത്തി. നല്ല കയറ്റമുള്ളതും മിനുസമുള്ളതുമായ പാറയാണിത്. കുഞ്ഞുങ്ങൾ പോലും അനായാസമാണ് ഇവിടെ മല കയറുന്നത്. നേരത്തെ 365 ദിവസം മലമുകളിൽ വിഷ്ണു ഭഗവാന് പൂജയുണ്ടായിരുന്നു. പിന്നീട് അന്നത്തെ കോട്ടയിൽ ക്ഷേത്രത്തിലെ മേൽശാന്തി തന്നെയായിരുന്നു മുകളിലും പൂജ നടത്തിയിരുന്നത്. മലമുകളിലെ ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രമുള്ള പൂജയ്ക്കായി തന്ത്രിമാർ മല കയറുകയാണ്. ഗോവിന്ദൻ പാറയിലൂടെയുള്ള കയറ്റമാണ് അല്പം കഠിനം. ഭൂരിഭാഗം പേരും ചെരുപ്പ് ധരിക്കാതെയാണ് മല കയറുക. മലയുടെ ഏറ്റവും മുകളിലുള്ള ക്ഷേത്രത്തിൽ 2 മണിക്കൂറോളം നേരമാണ് പ്രത്യേക പൂജ നടക്കുന്നത്. കോട്ടവയൽ, തൃക്കൈപ്പറ്റ ക്ഷേത്രങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തവണയും മല കയറിയത്. വർഷങ്ങളോളമായി സ്ഥിരമായി മുടങ്ങാതെ മല കയറാൻ എത്തുന്ന ഭക്തരെ ഇവിടെ കാണാനാകും. 6 വർഷമായി മണിക്കുന്ന് മല കയറുന്നു. ഇപ്പോൾ 5:45 ഞാൻ അമ്പലത്തിൽ നിന്ന് കയറിയത്. ഈ സമയമാകുമ്പോഴത്തേനും ഞാൻ ഇറങ്ങി. ഷമീർ നെടുമ്പാലയ്ക്കൊപ്പം ഇല്യാസ്, മലനാട് ന്യൂസ്. മണിക്കുന്ന് മല കയറി ഇറങ്ങുന്ന ഭക്തർ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന കഞ്ഞിയും ചക്കപ്പുഴുക്കും പാനീയവും കഴിച്ചാണ് മടങ്ങുക. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പുഴുക്ക് തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ചക്ക, മത്തൻ, കുമ്പളം, വൻപയർ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചക്കപ്പുഴുക്ക് ഏറെ രുചികരമാണ്.
മണിക്കുന്ന് മല കയറാനെത്തുന്ന ആയിരങ്ങൾക്ക് മലയിറങ്ങിക്കഴിഞ്ഞാൽ ആശ്വാസമാണ് കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ചക്കപ്പുഴുക്കും പാനീയവും. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചക്കപ്പുഴുക്ക് തയ്യാറാക്കാനുള്ള ചക്ക ഉൾപ്പെടെ ക്ഷേത്ര കമ്മിറ്റി ഒരുക്കി വയ്ക്കും. 400 കിലോ ചക്കയാണ് പുഴുക്കിനായി കണ്ടെത്തുന്നത്. മീനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിനാണ് നമ്മുടെ മണികുന്ന് മലകയറ്റം. മലമുകളിൽ ഇന്ന് ഒരു പ്രത്യേക ദിവസം മീനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിന് ആ തീർത്ഥപ്പാറയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീർത്തെടുത്ത് അഭിഷേകം ചെയ്തു പ്രതിമ ഒപ്പിക്കൽ ഒരുപാട് ചടങ്ങുകൾക്ക് ശേഷം ഇവിടുന്ന് കയറിയ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കയറിയ ഭക്തജനങ്ങൾ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇറങ്ങി ഇവിടുന്ന് പൗരാണികമായി ആചരിച്ചിരുന്ന കഞ്ഞിയും പുഴുക്കും കഴിച്ചാണ് തുടങ്ങാറ്. വെട്ടിയരിഞ്ഞ് കുമ്പളവും മത്തനും വൻപയറും ചേർത്ത് പുഴുക്ക് തയ്യാറാക്കിയെടുക്കും. ഏറെ രുചികരമാണ് പുഴുക്ക്. കിലോമീറ്ററോളം നടന്നെത്തുന്ന ഭക്തർക്ക് ഔഷധ ഗുണമുള്ള പാനീയമാണ് നൽകുന്നത്. ചുക്ക്, നന്നാറി, ഏലക്കായ തുടങ്ങിയ വസ്തുക്കൾ ചേർത്താണ് പാനീയം തയ്യാറാക്കുന്നത്. മലനാട് ന്യൂസ്, മേപ്പാടി. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് സംബന്ധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു വരികയാണ്. തൊണ്ടർനാട്, കോട്ടത്തറ എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പരിപാടി. ദുരന്തമുണ്ടാകുന്ന ഘട്ടത്തിൽ വൈദ്യുതി ബന്ധം
മലനാട് ന്യൂസ് ബത്തേരി. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ മിഷൻ സോളാർ ഫെൻസിംഗ് പരിശീലന പരിപാടിയുമായി വനം വകുപ്പ്. പദ്ധതി വന്യമൃഗശല്യ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷ. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച 10 മിഷനുകളിൽ വന്യജീവി പ്രതിരോധ മാർഗമായ സോളാർ പവർ ഫെൻസിംഗ് കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കായി മിഷൻ സോളാർ ഫെൻസിംഗിന്റെ സർക്കിൾ തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ നോർത്തേൺ സർക്കിൾ പരിധിയിൽ കോഴിക്കോട് ഡിവിഷനിലെ തെരഞ്ഞെടുത്ത റേഞ്ച് കോർഡിനേറ്റർമാർ, മാസ്റ്റർ ട്രെയിനീസ് എന്നിവർക്കാണ് പരിശീലനം നൽകുന്നത്. നമ്മുടെ വന്യജീവി പ്രതിരോധ മാർഗങ്ങളിൽ 90% ഫെൻസിംഗ് ആണ്. പക്ഷേ ഈ ഫെൻസിങ്ങുകളുടെ നിർമ്മാണം പരിചരണത്തിലുണ്ടാകുന്ന ചില അപാകതകളാണ് ഈ വന്യമൃഗശല്യം കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു കാരണമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഴുവൻ ജീവനക്കാരെയും, കേരളത്തിലെ മുഴുവൻ വനം വകുപ്പ് ജീവനക്കാരെയും ഇതിൻ്റെ നിർമ്മാണ പരിചരണം പഠിപ്പിക്കുക, ഏകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു സ്റ്റേറ്റ് ലെവലിൽ പരിപാടിയായിട്ടാണ് നടത്തുന്നത്. സോളാർ പവർ ഫെൻസിംഗ്, തൂക്ക് ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥല പരിശോധന, അടങ്കൽ തയ്യാറാക്കൽ, നിർമ്മാണ സാമഗ്രികളുടെ ഗുണമേന്മ, നിർമ്മാണം, പരിചരണം എന്നീ വിഷയങ്ങളിലാണ് ക്ലാസും പ്രായോഗിക പരിശീലനവും നൽകുന്നത്. ഏപ്രിൽ മാസത്തോടെ നോർത്ത് സർക്കിളിലെ 7 ഡിവിഷനുകളിലും ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കും. സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അജിത് കെ രാമൻ സർക്കിൾ തല പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലനാട് ന്യൂസ്, മാനന്തവാടി. ബത്തേരി നഗരസഭ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമായി 2030 കാഴ്ചപ്പാടുകളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംവാദ പരിപാടി നടത്തി. നഗരസഭയിലേക്ക് പുറത്തുനിന്നെത്തുന്നവർക്കും ഒരുപോലെ സന്തോഷ അനുഭവം സൃഷ്ടിക്കുന്നതിനും നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു. 2030 ആകുമ്പോഴേക്കും സുൽത്താൻ ബത്തേരി നഗരസഭയിൽ ഏതു തരത്തിലുള്ള വികസനമാണ് വേണ്ടതെന്നും പൊതുജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന നിലയിലുമാണ് കാഴ്ചപ്പാടുകളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ വികസനോന്മുഖ കാർഷിക സംസ്കാരം കൊണ്ടുവരാനായി അറയും പറയും മുറവും നിറഞ്ഞ ഫാമിംഗ് ശൈലി, ഉൽപ്പന്നങ്ങളുടെ ശേഖരണം, സംസ്കരണം, വിപണനം, ഇതിലെല്ലാം തനതായൊരു നവകേരള മാതൃക സൃഷ്ടിക്കാനുള്ള ആശയങ്ങൾ ചർച്ചയായി. ഈ ആശയങ്ങളുടെ ഒരു പുസ്തകമായിരിക്കണം. ആ ആശയങ്ങളുടെ പുസ്തകം ഒരു 30-35 ഭരണസമിതി അംഗങ്ങളുടെ മാത്രമല്ല, പൊതുജനങ്ങളുണ്ട്. ഓരോ മേഖലയിലും വിദഗ്ധരായ ആളുകൾ, എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സേവനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസത്തിൽ ഫിൻലൻഡ് മാതൃക, ഗോത്രമേഖലകളിൽ സമഗ്ര വികസനം എന്നീ ആശയങ്ങളും മുന്നോട്ട് വന്നു. ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ കുടുംബ ആരോഗ്യ സമ്പ്രദായവും കുടുംബ ഡോക്ടർ പദ്ധതി, പശ്ചാത്തല വികസനങ്ങളുടെ ഭാഗമായി നഗരത്തിന് പുതിയ മുഖം നൽകാൻ ഉതകുന്ന പദ്ധതികളായ ബൈപ്പാസ്, ഹിൽവേ, ബസ് ടെർമിനൽ, വിനോദ കേന്ദ്രങ്ങൾ, സ്റ്റേഡിയം, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സമ്പൂർണ്ണ വികസനം എന്നീ ആശയങ്ങളും ചർച്ചയായി വന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നഗരസഭാ സ്റ്റേഡിയം, ചുങ്കം സർക്കിൾ പാതയോരം എന്നിവയിൽ അധിഷ്ഠിതമായ ചർച്ചകളും പരിപാടിയിലുണ്ടായി. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ചെയർമാൻ TK രമേശ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾക്ക് പുറമെ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി നഗരസഭയും ടൗൺ ലയൺസ് ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിൽ തിരക്കേറുന്നു. ഫെസ്റ്റ് പാതി പിന്നിട്ടപ്പോൾ വലിയ ജനത്തിരക്കാണ് കാർണിവൽ ഗ്രൗണ്ടിൽ അനുഭവപ്പെടുന്നത്. വാണിജ്യ സ്റ്റാളിൽ പുതിയതായി പുസ്തകമേളയും നിരവധി നൂതന സ്റ്റാളുകളും റോബോട്ടും എത്തിയതായും സംഘാടകർ സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമായി സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന കാർണിവലിലാണ് ജനത്തിരക്കേറുന്നത്. ഫെസ്റ്റ് 10 ദിവസം പിന്നിട്ടപ്പോൾ 10,000ങ്ങളാണ് കാഴ്ചകൾ കണ്ടും ആസ്വദിച്ചും മടങ്ങിയത്. 500 അടി നീളമുള്ള മറൈൻ അക്വാ ടണലാണ് കാർണിവലിലെ മുഖ്യ ആകർഷണം. ഒപ്പം റോബോട്ടിക് അനിമൽസ്, ഓപ്പൺ പെറ്റ് ഷോ, ഫ്ലവർ ഷോ തുടങ്ങിയവയും സന്ദർശകരുടെ മനം നിറയ്ക്കുന്നു. ഹാപ്പിനെസ് ഫെസ്റ്റ് 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം പിന്നിട്ടപ്പോഴും ഫെസ്റ്റ് വളരെ ജനത്തിരക്കോടെ മുന്നേറുകയാണ്. നമ്മുടെ ഫെസ്റ്റിൽ 500 അടി നീളമുള്ള മെഗാ അക്വാ ടണലാണ് നമ്മുടെ ഫെസ്റ്റിൻ്റെ മുഖ്യ ആകർഷണം. അതോടൊപ്പം തന്നെ ഓപ്പൺ പെറ്റ് ഷോ, ഫ്ലവർ ഷോ, റോബോട്ടിക് ആനിമൽസ് ഷോ തുടങ്ങിയ ഫെസ്റ്റിൻ്റെ ആകർഷണ കൂട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ പ്ലാനറ്റേറിയം സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശാസ്ത്ര തൽപരരായ കുട്ടികൾക്കായി പ്ലാനറ്റേറിയവും ഒപ്പം VR ഷോയും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്.
കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നിച്ചുല്ലസിക്കാൻ 12-ലധികം റൈഡുകളുമായി അതിവിശാലമായ അമ്യൂസ്മെന്റ് പാർക്കും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ അഭ്യർത്ഥന മാനിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ഫെസ്റ്റിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്നും സംഘാടകർ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന 35ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നാളെ സുൽത്താൻ ബത്തേരി അസംഷൻ സ്കൂളിൽ നടത്തുമെന്ന് ലയൺസ് ക്ലബ് ഭാരവാഹികൾ സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് ഉണ്ടാവുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. നടത്തിവരുന്ന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നാളെ 35ാമത് ക്യാമ്പാണ് നാളെ നടക്കാൻ പോകുന്നത്. അതും പൊതുജനങ്ങളെ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. വാസയോഗ്യമായ വീടില്ലാത്ത ഗോത്ര കുടുംബം അന്തി ഉറങ്ങുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയ കൂരയ്ക്കുള്ളിൽ. ചെതലയും പുത്തന്നൂർ കാട്ടുനായ്ക്ക ഊരിലെ കുട്ടനും കുടുംബവുമാണ് കഴിഞ്ഞ 1.5 വർഷമായി വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന വനാതിർത്തിയിൽ ഭയപ്പാടോടെ കഴിഞ്ഞുകൂടുന്നത്. കാലപ്പഴക്കത്താൽ തകർന്ന വീടിനുള്ളിൽ അന്തിയുറങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് 8-അംഗ കുടുംബം കൂരയ്ക്കുള്ളിലേക്ക് താമസം മാറ്റിയത്. കുട്ടൻ, ഭാര്യ രജനി, ഇവരുടെ വിദ്യാർത്ഥികളായ 3 മക്കൾ, രജനിയുടെ സഹോദരി സുമതി, ഇവരുടെ 2 മക്കൾ എന്നീ 8 അംഗങ്ങളാണ് പ്ലാസ്റ്റിക് കൊണ്ട് വലിച്ചുകെട്ടിയ ഈ കൂരയ്ക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്നത്. 2 പതിറ്റാണ്ട് മുൻപ് ഇവർക്ക് ലഭിച്ച വീട് കാലപ്പഴക്കത്താൽ തകർച്ചയെ നേരിട്ടതോടെയാണ് കുടുംബം കൂരയ്ക്കുള്ളിലേക്ക് താമസം മാറ്റിയത്. കഴിഞ്ഞ 1.5 വർഷമായി ഈ ഷെഡിനുള്ളിലാണ് ഇവർ താമസിക്കുന്നത്. മഴയും വെയിലുമേറ്റുള്ള ജീവിതം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ വേനൽ മഴയിൽ ഷെഡ് പൂർണ്ണമായും നനഞ്ഞൊലിച്ചു. കാറ്റിൽ മേൽക്കൂര തകർന്നു. നിരവധി തവണ തങ്ങൾക്ക് വീട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ പരിഗണിച്ചില്ലെന്നാണ് കുടുംബം പറയുന്നത്. ഞങ്ങൾക്കൊരു വീട് വേണം. ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ വിട്ടിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ വീട് വല്ലാതെ ചോരുന്നുണ്ട്. മഴ പെയ്താൽ ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല. കാട്ടാനയും കടുവയും കരടിയും എല്ലാം വിഹരിക്കുന്ന വനാതിർത്തിയിലാണ് ഈ കുടുംബം ഭയപ്പാടോടെ കഴിഞ്ഞുകൂടുന്നത്. ഇനിയെങ്കിലും അധികൃതരുടെ കനിവുണ്ടായി ഭയപ്പാടില്ലാതെ അന്തിയുറങ്ങാനുള്ള ഒരു വീട് അനുവദിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. മലനാട് ന്യൂസ്, ബത്തേരി. ബിസിനസ് മലനാട്. സ്വർണം പവന് 69,960, ഗ്രാമിന് 8,745 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ എസ്റ്റേറ്റിന് സർക്കാർ 17 കോടി രൂപ നൽകണം. കോടതി വിധി ഭൂമി ഏറ്റെടുത്തപ്പോൾ തുക കുറഞ്ഞുപോയെന്ന് കാണിച്ച് എൽസ്റ്റൺ നൽകിയ ഹർജിയിൽ ഭൂമി ഏറ്റെടുക്കലിലെ ഏതാണ്ട് എല്ലാ തടസ്സങ്ങളും നീങ്ങി. മേപ്പാടി നെല്ലിമുണ്ട ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാന ഇറങ്ങി. വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയിലും കാട്ടാന എത്തി. ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. മേപ്പാടിയിൽ കാട്ടുപന്നിയുടെ ആക്രമണം, തോട്ടം തൊഴിലാളിക്ക് പരിക്ക്. തിരുനെല്ലിയിൽ വീട്ടുകാരുടെ ഉറക്കം കെടുത്തിയ രാജവെമ്പാല പിടിയിൽ. കൽപ്പറ്റയിൽ പ്രവർത്തനമാരംഭിച്ച വയനാട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ തുടങ്ങി. ആദ്യ ദിനം വെരിഫിക്കേഷന് ഹാജരായത് 48 പേർ. വെരിഫിക്കേഷൻ പൂർത്തിയായവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് ലഭ്യമാകും. ചരിത്രപ്രസിദ്ധമായ മണിക്കുന്നുമല കയറ്റത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ഭക്തർ മല കയറിയത് കോട്ടവയൽ ഭഗവതി ക്ഷേത്രം, തൃക്കൈപ്പറ്റ ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും. ഇത്തവണ മല കയറാനെത്തിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ ഗീതാ രാജഗോപാൽ ചേരുന്നു. നമസ്കാരം.